സയ്യിദ് ജാബിർ തങ്ങളുടെ നേതൃത്വത്തിൽ അൽഹംദുലില്ലാഹ് നല്ല ഒരു പള്ളി ഇവിടെ ഉണ്ടാവുകയും അതിനെല്ലാവരും ഈ നാട്ടുകാർ ഒത്തുതീർന്ന് കൈകോർത്ത് ഈ പള്ളിയുടെ നിർമ്മാണത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഇന്ന് തീയതി 1/2/2026 ജനുവരി തിങ്കളാഴ്ച ഞായറാഴ്ച എന്ന രാത്രി അൽഹംദുലില്ലാഹ് ഫെബ്രുവരി ഈ രാത്രിയിൽ നമുക്കിവിടെ ഓർമ്മിച്ചു കൂടാൻ സാധിച്ചത്. ഇന്നൊരു പുതിയൊരു ചടങ്ങാണ്. അൽഹംദുലില്ലാഹ് ഈ സംരംഭമാണ് ഈ ആലൂർ പള്ളിയിൽ നടക്കുന്നത്. നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി ജമാഅത്തിന് വേണ്ടി ഈ ജമാഅത്തിലേക്ക് പള്ളിക്ക് ജമാഅത്തായി നിസ്കരിക്കാനും അതുപോലെ തന്നെ ജനങ്ങൾക്ക് വേണ്ടി നിസ്കരിക്കാൻ വേണ്ടി ഇവിടെ ഒരു കാർപ്പറ്റ് ഇവിടെ നിസ്കരിക്കാൻ വേണ്ടി ഇവിടെ ആവശ്യപ്പെട്ടപ്പോൾ അൽഹംദുലില്ലാഹ് നമ്മുടെ സക്ലേസ്പുര യബ്സാല ഗ്രാമത്തിൽ പെട്ട നമ്മുടെ അബ്ദുൽ ഖാദിർ ഗനി, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മക്കൾ മുന്ന, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അളിയൻ ഹുസൈൻ ഉദയപുര, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ ഉസ്താദ് കാസിം ഉസ്താദ്, അൽഹംദുലില്ലാഹ് എല്ലാവരും കൂടി ഈ കുടുംബക്കാർ ഈ പള്ളിയിലേക്ക് ഈ മാറ്റ് ഇവിടെ അൽഹംദുലില്ലാഹ് ഇന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, ഇന്ന് ഇവിടെ സമർപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മക്കളും കൂടി തന്നെ ഈ മാറ്റ് ഈ പള്ളിയിലേക്ക് കൊണ്ടുവന്ന് അതിനെ ഫിറ്റ് ചെയ്യുകയും അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന് അർഹമായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബത്തിന് ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഇതിന് പ്രത്യേകിച്ച് അദ്ദേഹത്തിന് മരണപ്പെട്ടു പോയ അബ്ദുൽ ഖാദിർ ഗനി സാഹിബുടെ മാതാപിതാക്കളുടെ ഖബറിലേക്ക് ഇതിൻ്റെ മിസ്ല സവാബ് അല്ലാഹു തആല ഖിയാമത്ത് നാൾ വരെ ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു തആല അതിൻ്റെ മിസ്ല സവാബ് ഖബറുകളിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. ഇത് കാരണമായി അല്ലാഹുവിന്റെ പരലോകം അല്ലാഹു വിജയിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ അവരെയും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗ്ഗത്തിൽ അല്ലാഹു ഒരുമിച്ച് കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് നമ്മുടെ ഇന്ന് ഈ ദുആക്ക് മജ്ലിസിലേക്ക് നേതൃത്വം നൽകുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ഏറ്റവും ഈ ജില്ലയിൽ ഒരു കാലത്ത് ഇരുന്നുകൊണ്ട് ധാർമ്മികമായ വിദ്യാഭ്യാസങ്ങൾ മുത്തഅല്ലിമീങ്ങൾ വിളിച്ചിരുത്തി അവർക്ക് ഇൽമു നേടിക്കൊടുക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട ഷരീഫ് സഖാഫി നെല്ലിയാടി അൽഹംദുലില്ലാഹ് ഈ സ്ഥാപനത്തിൽ ഇപ്പോൾ ദർസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം ഈ മുത്തഅല്ലിമീങ്ങളെ വെച്ച് അൽഹംദുലില്ലാഹ് ഉസ്താദ് ഈ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യുമ്പോൾ ഈ നാട്ടുകാരായ നിങ്ങളെല്ലാവരും അൽഹംദുലില്ലാഹ് വലിയ ഒരു സംരംഭമായി ഇത് കണ്ടുകൊണ്ട് ഈ എല്ലാ സമയത്തെയും പള്ളിയുടെ ഹുർമത്തിനെ നിങ്ങൾ ബഹുമാനിച്ച് കാത്തു സൂക്ഷിക്കേണ്ടവരാണ്. ഈ പള്ളിയിൽ ഈ മാറ്റിൽ ഒരു കാട്ടം വീണാൽ അത് നമുക്ക് എടുത്ത് പുറത്ത് ചാടൽ നിർബന്ധമായി പോയി. കാരണം വഖഫ് ചെയ്ത സ്ഥലമാണ്, വഖഫ് ചെയ്ത പള്ളിയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആരും ഇതിൻ്റെ ഹുർമത്തിനെ നഷ്ടപ്പെടുത്താതെ ഈ പള്ളിയുടെ ബഹുമാനം നമ്മൾ കാത്തു സൂക്ഷിക്കണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തി ബഹുമാനപ്പെട്ട ഷരീഫ് സഖാഫി ഉസ്താദ് 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി ഉസ്താദിനെ ക്ഷണിച്ചു കൊള്ളുന്നു. ഒരുമിച്ച് കൂടിയ നമ്മുടെ ഉസ്താദ് വർഗം, അതുപോലെ സാദിഖ് ഉസ്താദ് വർഗം, അതുപോലെ നമ്മുടെ മദ്രസ ഇവിടെ കമ്മിറ്റിയുടെ പ്രസിഡന്റ് അബ്ദുൽ റസാഖ് ഹാജി വർഗം, അതേപോലെ അബ്സാല അബ്ദുൽ ഖാദർ ഗനി ഹാജി വർഗവും അവരുടെ 2 മക്കളും, ഒരുമിച്ച് കൂടിയ മുതഅല്ലിമീങ്ങളും മദ്രസ വിദ്യാർത്ഥികളും, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംരംഭം ഈ ഒരുമിച്ച് കൂടിയത് അവൻ്റെ സ്വാലിഹായ അമലുകളുടെ കൂട്ടത്തിൽ നിർത്തി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇഷ്കേം ബഹുമാനപ്പെട്ട ജാബിർ തങ്ങൾ ഇവിടെ നമുക്കൊരു സ്ഥലം വാങ്ങി അതുപോലെ ദീനി സ്ഥാപനങ്ങൾ നടത്തുവാനുള്ള ഒരു മദ്രസവും അതുപോലെ പള്ളിയും അതുപോലെ ദർസും എല്ലാം നടത്താൻ വേണ്ടിയുള്ള നല്ലൊരു സൗകര്യം ചെയ്തു തന്നു. ഇന്നെന്തോ ഒരു ബുദ്ധിമുട്ടായി അദ്ദേഹം ഇവിടെ ഇപ്പോൾ അദ്ദേഹം കുറച്ച് ദൂരത്താണ് ഉള്ളത്. അതിൻ്റെ എല്ലാ വിഷയങ്ങളും അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വങ്ങളും ജവാബ്ദാരികളും നമ്മുടെ ഇഷ്കെ മദീന മസ്കൻ അക്കാദമി ആലൂർ പിന്നെ സക്ലീസ്പുറ നമ്മുടെ
അഷ്റഫ് സഖാഫി നടത്തുന്ന ആ കമ്മിറ്റിക്ക് ഏൽപ്പിച്ച് ആ കമ്മിറ്റിയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടുവരുന്നത്. അതിൻ്റെ കീഴിൽ മദ്രസവും അതേപോലെ തന്നെ ദർസും നടന്നുകൊണ്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ മുഅ്മിനീങ്ങളുടെ ഈ സഹോദരന്മാരുടെ എല്ലാവരുടെയും സഹായത്തിലും ദുആയിലും കൂടിയാണ്. നമ്മൾ ഒരു ദിവസം നമ്മൾ ഈ സ്ഥാപനത്തിൻ്റെ ആവശ്യത്തിന് പോയപ്പോൾ ബഹുമാനപ്പെട്ട നമ്മുടെ അബ്ദുൽ ഖാദർ ഖനി എന്നവർ അവരെ സമീപിക്കുകയും അവിടുന്ന് പെട്ടെന്ന് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് എൻ്റെ ഈ വരുന്ന റമദാൻ ഒരു 4-5 മാസം മുമ്പ് പോയതാണ്. റമദാനിൻ്റെ തുടക്കം ആളൂർ പള്ളിയുടെ അവിടെ മാറ്റിയിട്ട് അതിലായിരിക്കണം എൻ്റെ തറാവി നിസ്കാരം എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞ് സ്വീകരിച്ചു. അതോടുകൂടി ഒന്നും കൂടി അവർ നിയ്യത്ത് ജാസ്തിയാക്കി ബറാഅത്തും കൂടി ഈ മാറ്റിൽ തന്നെ ബറാഅത്ത് ജാവും ഈ മാറ്റിൽ തന്നെ ഈ പള്ളിയിൽ ദുആ നടത്തണമെന്ന്. അതുകൊണ്ടാണ് ഇത്രയും അർജന്റാക്കിയിട്ട് ഇന്ന് ഇതിനെ ഇവിടെ ഇടാനുള്ള കാരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്കും കുടുംബത്തിനും ദുനിയാവിലും ആഖിറത്തിലുമുള്ള എല്ലാ നിലക്കുള്ള ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല പൊതിഞ്ഞ് അനുഗ്രഹിക്കട്ടെ. ആഫത്ത് മുസീബത്തുകളിൽ നിന്നും ദുനിയാവിന്റെ ആഫത്തിൽ നിന്നും ആഖിറത്തിന്റെ ആഫത്തിൽ നിന്നും അദ്ദേഹത്തെയും കുടുംബത്തെയും അല്ലാഹു കാത്തു സലാമത്തിലാക്കട്ടെ. ഈ ഒരു സംഭാവന അതുപോലെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ സംഭാവനകളും അദ്ദേഹത്തിനും മക്കൾക്കും മരുമക്കൾക്കും പുള്ളിമാർക്കും എല്ലാവർക്കും ആഖിറത്തിൽ സ്വർഗീയ ലോകത്ത് വലിയ പദവി നേടാനുള്ളവരെ സ്വതക്കയായി അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഇനിയും ഒരുപാട് കാലം ദീനി സേവനം ചെയ്യാനുള്ള ആഫിയത്തോടുള്ള ദീർഘായുസ് അദ്ദേഹത്തിനും മക്കൾക്കും അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഇവിടെ ഉള്ളത് വെറും മാറ്റി കൊടുന്ന് ഇവിടുത്തെ കാർപ്പറ്റ് കൊടുന്ന് മാത്രം പള്ളിക്ക് അതിയാക്കിയതല്ല, മക്കളെ വിളിച്ചോണ്ട് വന്ന് അതിനെ സെറ്റിംഗ് നടത്തി. അതാണ് വലിയൊരു ചന്ത. വേറെ ശമ്പളത്തിന് കൊടുത്തിട്ടുമല്ല. അപ്പോൾ എല്ലാം എൻ്റെ കുടുംബത്തിനെ കൊണ്ട് തന്നെ അതാകണമെന്ന ഉദ്ദേശം നല്ലൊരു ഉദ്ദേശമാണ്. ഇനിയും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ മക്കള് മദ്രസന്റെ മക്കളുണ്ട്, 5ാം ക്ലാസ്സും 7ാം ക്ലാസ്സും എക്സാം എഴുതിയ മക്കൾ നല്ലോണം പഠിച്ച് നല്ലോണം കഷ്ടപ്പെട്ട് 2 ദിവസം നല്ല സ്റ്റാമ്പ് ടു സ്റ്റാമ്പ് പറഞ്ഞ് എഴുതി കാണുമ്പോൾ സന്തോഷമായി. ഇനിയും അല്ലാഹു തആല ഈ മക്കൾക്ക് ആഫിയായും പഠിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനുള്ള ആഫിയത്തും അതിനുവേണ്ടി തൗഫീഖ് അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഉമ്മാക്കും കുടുംബത്തിനും നല്ല കണ്ണു തുറവിയായ മക്കളായി വളരാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ ദർസിൽ പഠിക്കുന്ന മക്കൾക്കും അല്ലാഹു തആല ആഫിയായ ഇൽമ നൽകട്ടെ. പഠിക്കുവാനും അതനുസരിച്ച് അമൽ ചെയ്യാനും അല്ലാഹു ആഫിയത്തോടുള്ള ദീർഘായുസ് നൽകട്ടെ. ബഹുമാനപ്പെട്ട സാദിഖ് ഉസ്താദ് കുറേ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അത് സ്വബൈക്ക് തന്നെ 5:30 മണിക്ക് നിസ്കാരം കഴിഞ്ഞ പാടന്നെ മക്ക വരുന്നുണ്ട്. ആ മക്കൾക്ക് തന്നെ ക്ലാസ് എടുത്ത് സ്പെഷ്യൽ ക്ലാസ് എടുത്ത് നല്ലോണം പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു തആല ഇനിയും പഠിപ്പിക്കുവാനുള്ള ആഫിയത്തോടുള്ള ദീർഘായുസ് അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. പഠിച്ചതായ ഇൽമും പഠിപ്പിച്ചതായ ഇൽമും അല്ലാഹു തആല നാളെ സ്വർഗീയ ലോകത്ത് വലിയ പദവി നേടാനുള്ളവരെ അമൽ അല്ലാഹു ഇൽമായി അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അതുപോലെ നമ്മുടെ അബൂ ഉസ്താദ് ഞാൻ നിന്റെ മെജർമെന്റ് എടുക്കുമ്പോഴും വന്ന് ഇപ്പോൾ ഇന്നും വന്ന് കാല ആഫിയത്തില്ല. ഏതായാലും ഒരു ദീനി സുന്നത്ത് ജമാഅത്തിന്റെ ഈ നമ്മുടെ ആസന ഡിസ്ട്രിക്റ്റിൽ അങ്ങും ഇങ്ങും ഇപ്പൊ പാഞ്ഞുകൊണ്ടുള്ള ഒരുപാട് ആലിമീങ്ങൾ അതിലൊരു കൂട്ടത്തിലൊരു മെമ്പറും കൂടിയാണ്. ഇനിയും അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നത്ത് ജമാഅത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുവാനും പ്രവർത്തിക്കുവാൻ ആഫിയത്തോടുള്ള ദീർഘായുസ് കൊടുത്ത് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിനും കുടുംബത്തിനും ഒരുമിച്ചുകൂടെ എല്ലാവർക്കും അല്ലാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ. അതേപോലെ നമ്മുടെ അഫ്സാല അബ്ദുൽ ഖാദർ ഹാജിയുടെ മകന് ഉസ്താദാണ്, ഖാസിമിയാണ്, ദൈവത്തിൽ വാസായവര്. അദ്ദേഹത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിയായ ഇൽമു പഠിപ്പിച്ചു കൊടുക്കുവാനും അല്ലാഹു തആല ഇനിയും ഇൽമു സമ്പാദിക്കുവാനുള്ള നല്ല നല്ല വഴികൾ അല്ലാഹു തആല തുറന്നു കൊടുക്കട്ടെ. പഠിക്കാൻ അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് അദ്ദേഹത്തിന് കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ മറ്റൊരു മകൻ എഞ്ചിനീയറാണ്. അല്ലാഹു തആല അദ്ദേഹത്തിനും ബർക്കത്ത് ചെയ്യട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അതേപോലെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് എല്ലാവർക്കും അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അതേപോലെ ഈ നമ്മുടെ ഈ നാട്ടിലെ മുഅ്മിനീങ്ങളുടെ ഒരുപാട് വീടുകളുണ്ട്. എല്ലാവർക്കും അല്ലാഹു തആല ഖൈറും ബറക്കത്തും കൊണ്ട് അല്ലാഹു തആല നിറച്ചു കൊടുക്കട്ടെ. വരുന്ന റമദാനുകളിൽ എല്ലാവരും തറാവീഹ് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക്, അതുപോലെ 5 നേരം ജമാഅത്തും ഇവിടെ നടക്കണം. അതിനു വേണ്ടി എല്ലാവരും സഹകരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശം നടത്തി എല്ലാവരും വിളിച്ചോണ്ട് വരണമെന്ന് ഈ സമയത്ത് അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, മിമ്പറിൽ നമുക്ക് സാധാരണ ഖുതുബ ഓതുമ്പോൾ ബാൾ പിടിക്കൽ സുന്നത്താണ്, ബാൾ എടുത്തു കൊടുക്കലും സുന്നത്താണ്, പിടിക്കലും സുന്നത്താണ്.
അപ്പോൾ ഇവിടെ ഒരു വാള് ഇല്ലാതെ വാരി ബുദ്ധിമുട്ടായിട്ട് അതിപ്പോൾ ആ കാര്യം കൂടി ഞാനന്ന് മെജർമെൻ്റ് എടുക്കുമ്പോൾ പറഞ്ഞപ്പോൾ നമ്മളെ അഫ്സൽ അതിനെ സ്വീകരിച്ച് നല്ലൊരു വാള് നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടിയിട്ട് ഹദിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മളെ അഫ്സല അബ്ദുൽ ഖാദർ ജബറുകൾ ഇവിടെ മദ്രസിൻ്റെ പ്രസിഡൻ്റായ നമ്മുടെ അബ്ദുൾ റസാഖ് അവർക്ക് കൊടുത്തു. അതിനെ കൊടുത്ത് പിന്നെ അദ്ദേഹം അതിനെ സ്വീകരിക്കണമെന്ന് ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. വാള് പിടിക്കൽ സുന്നത്താണ് ഖതീബ്. അപ്പോൾ ആ വാള് എത്ര കാലം ഇവിടെ നിലനിൽക്കുന്നു മാത്രമല്ല ഖിയാമത്ത് നാൾ വരെ അതിൻ്റെ പ്രതിഫലം അദ്ദേഹത്തിനും കുടുംബത്തിനും അള്ളാഹു കൊടുത്തുകൊണ്ടിരിക്കുന്നു. അള്ളാഹു അതിനെ സ്വീകരിക്കട്ടെ. അതേപോലെ നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി നമ്മുടെ അഷ്റഫ് സഖാബി ഉസ്താദ് ഖത്തറിലേക്ക് പോയിട്ടുണ്ട്. അള്ളാഹു തആല അദ്ദേഹത്തിനും ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. കുടുംബത്തിലേക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. വലിയ കാര്യം ഉദ്ദേശിനേക്കാളും ഖൈറാനിലേക്ക് അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. إلى حضرة نبينا سيدنا محمد صلى الله عليه وسلم إلى حضرات الخير كلهم أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. الله أحد الله الصمد لم يلد ولم يولد بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر النفاثات في العقد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس الذي يوسوس في صدور الناس من الناس. الحمد لله الحمد لله الحمد لله رب العالمين. آمين. يوافي نعمه يكافئ مزيدا. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد. اللهم أوصل بلغ مثل ثواب ما قرأناه هذه هدية واصلة ورحمة نازلة وبركة شاملة إنا إلى حضرة نبينا محمد صلى الله عليه وسلم وقنا وإياهم شر ما قضي. آمين.
സയ്യിദായ അല്ലാഹ് റഹ്മാനെ ഞങ്ങൾ ഓതിയതിനെ സ്വീകരിക്കണേ അല്ലാഹ് ഇഖ്ലാസ് മുഹബ്ബത്തിനെ സ്വീകരിക്കണേ റഹ്മാനെ ഇതിന്റെ മിഥൽ സവാബ് മുഹമ്മദ് റസൂലുള്ളാഹി